ഹലോ ഗൈസ്, അപ്പോൾ ഫോർ സോസ് ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ റെസിപ്പീസൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇന്നത്തെ വെറൈറ്റി ഐറ്റം മുതിരക്കറിയാണ് കേട്ടോ. വെറും മുതിരക്കറിയല്ല, വറുത്തരച്ച മുതിരക്കറി. അപ്പോൾ അതാ ഭയങ്കര ഗുണമുള്ള സാധനമാണ് കേട്ടോ ഈ മുതിര എന്ന് പറയണത്. അപ്പോൾ മുതിര കഴുകി കുതിർത്ത് വേവിച്ച് വെച്ചതാണ് കേട്ടോ ഇത്. ഇതൊരു ഏകദേശം ഒരു ഹാഫ് ബൗളുണ്ട്. പിന്നെ ഇത് അരപ്പിന് വേണ്ടിയുള്ളതാണ്. അരപ്പിന് വേണ്ടി തയ്യാറാക്കാൻ തേങ്ങ 1 കപ്പ്, ചെറിയ ജീരകം 1 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂണ്, മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഇത്രയും കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ, കരിഞ്ഞു പോകരുത്. പിന്നെ നമുക്ക് വഴറ്റാൻ വേണ്ടിയിട്ട് സവോളയോ ചെറിയ ഉള്ളിയോ എടുക്കാം ആവശ്യത്തിന്. പിന്നെ വറ്റൽ മുളക് ഒരു 4-5 എണ്ണം, വെളുത്തുള്ളി 5-6 അല്ലി, കറിവേപ്പില ഇത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ എണ്ണ ചൂടായി വന്നതിലേക്ക് കടുകിട്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഈ മുതിരക്കറി എന്ന് വെച്ചാൽ എൻ്റെ ഒരു മുതിര അതാ നമ്മൾ വർത്തമാനം പറയുന്നതിന് മുന്നേ നമ്മൾ വഴറ്റാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കടുക് പൊട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി അരപ്പിന് വേണ്ടി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടിയിട്ട് മിക്സിയിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ വഴറ്റാൻ വെച്ചൊക്കെ നന്നായിട്ട് വഴന്നു വന്നു. അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കണേ. ഇനി ഉപ്പിട്ട് ഇളക്കിയ ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന മുതിരയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം. ചെറിയ തീയിൽ വേണം വെക്കാൻ കേട്ടോ, കാരണം അല്ലെങ്കിൽ അടച്ച് വെക്കുമ്പോഴേക്കും അത് തിളച്ച് തൂവി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ തീ വെച്ചിട്ട് നല്ലോണം അരപ്പും മുതിര എല്ലാം കൂടെ കിടന്ന് അതിലൊന്ന് ഒരു ടേസ്റ്റ് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ സംഭവം നേരത്തെ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വേറെ കുറച്ച് ഇതിൻ്റെ വെറൈറ്റി ടേസ്റ്റുകൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും എനിക്കെന്തോ രുചികൾ ഇഷ്ടമായിട്ടില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ മുതിര എൻ്റെ ഫേവറേറ്റ് സാധനമൊന്നും അല്ല കേട്ടോ. അപ്പോൾ വാങ്ങിയ സ്ഥിതിക്ക് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു വെറൈറ്റി രുചി പരീക്ഷിച്ച് കളയാം എന്ന് കരുതി ഞാൻ വാങ്ങിയതാണേ. അപ്പോൾ അതാ നമ്മുടെ മുതിരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല വെന്ത് അരപ്പൊക്കെ അതിൽ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. പിന്നെ ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.